പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5th യൂണിറ്റിലെ 3rd ലെസൺ ലെറ്റ് ഇറ്റ് ഗോ ഈ സോങ്ങിന്റെ അപ്രീസിയേഷൻ ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ലെറ്റ് ഇറ്റ് ഗോ, നോട്ട് ഓഫ് അപ്രീസിയേഷൻ. The song Let It Go from Frozen is a powerful anthem of self-discovery and empowerment. ഓരോ വ്യക്തിയും തൻ്റെ വ്യക്തിത്വം തിരിച്ചറിയുന്നതിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും ഒരു ഉദ്ഘോഷം തന്നെയാണ് ഫ്രോസൺ എന്ന ആനിമേഷൻ ഫിലിമിലെ ലെറ്റ് ഇറ്റ് ഗോ എന്ന ഈ സോങ്. ത്രൂ എൽസാസ് ജേർണി ദ ലിറിക്സ് കൺവേ തീംസ് ഓഫ് ഫ്രീഡം, റെസിലിയൻസ് ആൻഡ് സെൽഫ് ആക്സെപ്റ്റൻസ്. ഓരോ വ്യക്തിയും തൻ്റെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്നതിൻ്റെയും അതിനുവേണ്ടിയുള്ള സ്ഥിരോത്സാഹത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും അതുവഴി നേടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെയും മുഖ്യ സന്ദേശമാണ് ഈ ഗാനത്തിൻ്റെ വരികളിലൂടെ രചയിതാവ് എൽസ എന്ന സെൻട്രൽ ക്യാരക്ടറിൻ്റെ മുന്നേറ്റങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത്. ദി ഇമേജറി ഓഫ് സ്നോ, ഐസ് ആൻഡ് സ്റ്റോം ബ്യൂട്ടിഫുള്ളി റെപ്രസെൻറ്റ്സ് എൽസാസ് ഇമോഷൻസ് ആൻഡ് സ്ട്രഗിൾസ്. പ്രകൃതിയിലെ വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സിംബൽസ് ഉപയോഗിച്ചുകൊണ്ട്, പ്രതീകങ്ങളിലൂടെ എൽസ എന്ന ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് ആൻഡ് സ്ട്രഗിൾസ്, മാനസിക സംഘർഷങ്ങളും അവർ നേരിടുന്ന പോരാട്ടങ്ങളും കാഴ്ചവെക്കുന്ന അധ്വാനവും എല്ലാം ഈ ഗാനത്തിലൂടെ അവതരിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദ മെറ്റഫോർ ഓഫ് ദ സ്റ്റോം ഇൻസൈഡ് റിഫ്ലെക്ട്സ് ഹെർ ഇന്റേണൽ കോൺഫ്ലിക്റ്റ്. സ്റ്റോം ഇൻസൈഡ് എന്ന ഒരു മെറ്റഫോർ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയിലെ പ്രതിഭാസമായ കൊടുങ്കാറ്റ് എൽസയുടെ ഹൃദയത്തിലും മനസ്സിലും പ്രക്ഷുബ്ധാവസ്ഥ, അലോസരത സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു കമ്പാരിസൺ തീർത്തിരിക്കുന്നു. While the frozen fractals symbolize her creativity and individuality. അതുപോലെ തന്നെ പ്രകൃതിയിലെ മനോഹരമായ ചില സൃഷ്ടികൾ, മഞ്ഞിൻ്റെയും ഐസിൻ്റെയും രൂപങ്ങൾ സിംബലാക്കിക്കൊണ്ട്, പ്രതീകമാക്കിക്കൊണ്ട് എൽസ എന്ന ക്യാരക്ടറിൻ്റെ ക്രിയേറ്റിവിറ്റി, സിദ്ധിയും കഴിവും ആൻഡ് ഇൻഡിവിജ്വാലിറ്റി, അവരുടെ വ്യക്തിത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. The tone of the song shifts from despair to determination. ഈ ഗാനത്തിൻ്റെ ടോൺ നിരാശയിൽ നിന്ന് ഉറച്ച തീരുമാനത്തിലേക്ക് വഴിമാറുന്നു. ഹൈലൈറ്റിംഗ് എൽസാസ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ ഫിയർഫുൾ റെസ്ട്രെയിൻഡ് പേഴ്സൺ ടു എ കോൺഫിഡൻറ്റ് ആൻഡ് ലിബറേറ്റഡ് ഇൻഡിവിജ്വൽ. അതുവഴി സെൻട്രൽ ക്യാരക്ടർ എൽസയുടെ ജീവിതത്തിലെ ഒരു മാറ്റം വായനക്കാർക്ക്, ആസ്വാദകർക്ക് ദർശിക്കാവുന്നതാണ്. ഭയപ്പാടിൽ ജീവിച്ചിരുന്ന, നിയന്ത്രണങ്ങളിൽ തളക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തി ആത്മവിശ്വാസത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും മറ്റൊരു ജീവിതത്തിലേക്ക് ചുവട് മാറ്റുന്നത് വ്യക്തമായും ഈ ഗാനത്തിലൂടെ നമുക്ക് കാണാവുന്നതാണ്. ദ റെപ്പറ്റീഷൻ ഇൻ ദ കോറസ് റീഇൻഫോഴ്സസ് ഹെർ ഡിറ്റർമിനേഷൻ ടു ബി ഫ്രീ. എൽസയുടെ സ്വാതന്ത്ര്യം നേടണം, തൻ്റെ യഥാർത്ഥ വ്യക്തിത്വം മുറുകെ പിടിക്കണമെന്നുള്ള ശക്തമായ തീരുമാനം ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന റെപ്പറ്റീഷൻ ശക്തമായി അവതരിപ്പിക്കുന്നു. And the powerful refrain "Let It Go" serves as a universal message of releasing fears and societal pressures. സമൂഹത്തിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്നും ഓരോ വ്യക്തിത്വവും അനുഭവിക്കുന്ന ഭയപ്പാടിൽ നിന്നും മോചനം നേടണമെന്ന ഒരു യൂണിവേഴ്സൽ മെസ്സേജാണ് കവിതയിൽ ആവർത്തിക്കപ്പെടുന്ന ലെറ്റ് ഇറ്റ് ഗോ എന്ന റിഫ്രൈൻ അവതരിപ്പിക്കുന്നത്. The song makes use of several poetic devices. ഈ ഗാനത്തിൽ വിവിധങ്ങളായ ധാരാളം poetic devices ഉപയോഗിക്കപ്പെടുന്നു. Symbolism such as a kingdom of isolation portrays a beautiful realm of freedom. A kingdom of isolation എന്നുള്ള പ്രയോഗത്തിലൂടെ സിംബലിസം എന്ന poetic device ഉപയോഗിക്കുന്നു. ഈ സിംബൽ ഉപയോഗിച്ചുകൊണ്ട് എ ബ്യൂട്ടിഫുൾ realm of freedom, സ്വാതന്ത്ര്യത്തിൻ്റെ മനോഹരമായ ഒരു ഇടത്തെ ചിത്രീകരിക്കുന്നു. While personification brings the song to life with phrases like the wind howling and the storm raging. Storm raging, wind howling ഇതെല്ലാം പേഴ്സോണിഫിക്കേഷൻ്റെ ഉദാഹരണങ്ങളാണ്. ഇത്തരം പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗാനത്തിന് ഒരു ലൈഫ്, ജീവൻ തന്നെ നൽകുന്നു. The frequent use of alliteration and internal rhyme enhances the rhythm, making the song both memorable and impactful. ധാരാളമായി അലിറ്ററേഷൻ ആൻഡ് ഇന്റേണൽ റൈം ഉപയോഗിക്കുന്നതിനാൽ ഈ ഗാനത്തിന് പ്രത്യേകമായ ഒരു താളഭംഗി ലഭിക്കുന്നു. അതുവഴി ആസ്വാദകരുടെ മനസ്സിൽ തങ്ങി നിൽക്കാനും ആസ്വാദകരിൽ സ്വാധീനം ചെലുത്താനും ഈ ഗാനത്തിന് ആകുന്നു. The song encourages listeners to embrace their true selves with courage and pride.
ആത്മാഭിമാനത്തോടും ധൈര്യത്തോടും ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ ഈ ഗാനം എല്ലാവർക്കും പ്രചോദനമേകുന്നു. ഇറ്റ് ഇൻസ്പയർസ് ദം ടു ഓവർകം ചലഞ്ചസ്, ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും ആക്സെപ്റ്റ് ദംസെൽസ്, ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വത്തെ സ്വീകരിക്കാനും ആൻഡ് ഫൈൻഡ് സ്ട്രെങ്ത് ഇൻ ദെയർ ഇൻഡിവിജ്വാലിറ്റി, ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ ശക്തി കണ്ടെത്താനും ഈ കവിത, ഈ ഗാനം ഓരോരുത്തർക്കും പ്രചോദനമാകുന്നു. Now, major literary devices used in the song. Alliteration: couldn't keep, swallowing storm, good girl, seem small, girl is gone. Internal rhyme: howling, swirling. Simile: the wind like a storm inside. Metaphor: swirling storm inside represents emotional turmoil and inner conflict. Personification: wind is howling, storm rages. Symbolism: wind and sky symbolize freedom and strength. Break of the day symbolizes a new beginning. Light of the day symbolizes clarity and Elsa's newfound openness. Imagery in the song. Visual imagery: snow glows on the mountain. Break of the day. Auditory imagery: wind is howling. Tactile imagery: cold never bothered. With its rich literary devices and uplifting message, the song is an everlasting inspiration for all striving to embrace their true identity. ധാരാളം പോയറ്റിക് ഡിവൈസസിന്റെ സഹായത്തോടെ ഉദാത്തമായ ഒരു സന്ദേശം നൽകുന്ന ഈ ഗാനം ഓരോ വ്യക്തിക്കും തൻ്റെ വ്യക്തിത്വം മുറുകെ പിടിച്ച് ധൈര്യത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രചോദനദായകമാണ് ഈ ഗാനം. ഇത്രയുമാണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന സോങ്ങിന്റെ അപ്രീസിയേഷൻ. സോങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസസ് ഇവ വിശദീകരിച്ചത് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ലെസണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.